അതാ വരുന്നത്. അതിങ്ങോട്ട് വരില്ല, അതതിൻ്റെ എവിടെ പൂട്ടിക്കണോ നടന്നിട്ട് മറ്റാളും കൂടിയ തലയൊന്നും ഉയർത്തിയില്ല. മൈസൂർ നഗരത്തിലെ കാഴ്ചകളിൽ ഞങ്ങൾ രണ്ടാമത് വന്നത് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ മൈസൂർ സൂവിലേക്കാണ്. അതെ, ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ്. ചാമുണ്ടിക്കുന്നിലെ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് സൂവിൻ്റെ പാർക്കിങ്ങിലേക്ക് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കഥ മറ്റൊരു അവസരത്തിൽ പറയുന്നതാണ്. രാവിലെ 8:30-ക്കാണ് സൂ ഓപ്പൺ ചെയ്യുന്നത്. അതേ സമയം കണക്കാക്കിയാണ് ഞങ്ങളുടെ വരവും. കാരണം രാവിലത്തെ സമയമാകുമ്പോൾ മൃഗങ്ങളും പക്ഷികളും ഒക്കെ നല്ല മൂഡിലായിരിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷയാണ് അതിനുള്ള പ്രധാന കാരണം. വെയിൽ കൂടുന്തോറും അവരെല്ലാം തണലിലേക്ക് നീങ്ങും. അപ്പോൾ നമുക്ക് പലരെയും നല്ലപോലെ കാണാൻ ബുദ്ധിമുട്ടാകും. അതിനാൽ ഇത്തരം ഇടങ്ങളിലേക്ക് പോകുമ്പോൾ സമയം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് തന്നെ അണ്ടർ പാസേജ് വഴി സൂവിലേക്ക് പ്രവേശിക്കാം. റോഡിലെ ഗതാഗതത്തിന് ഒരു തടസ്സവും സൃഷ്ടിക്കാതെയുള്ള മികച്ചൊരു സംവിധാനം എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും റോഡിലെ ആളുകളുടെ കസരത്തിന് കുറവൊന്നും വന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ഞായറാഴ്ച ആയതിനാൽ രാവിലെ ആണെങ്കിലും അത്യാവശ്യം തിരക്കുണ്ട്. അതിനാൽ നിന്ന് കറങ്ങാതെ ടിക്കറ്റ് എടുത്ത് അകത്തെ കാഴ്ചകളിലേക്ക് നീങ്ങി. ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് മൈസൂർ സൂവിൻ്റെ ഒരു മാപ്പാണ്. ഓരോ മൃഗങ്ങളുടെയും സ്ഥാനവും നമ്മൾ നടക്കാൻ പോകുന്ന വഴിയും എല്ലാം ആദ്യമേ നോക്കി മനസ്സിലാക്കാൻ ഈ ഒരു മാപ്പ് നമ്മളെ സഹായിക്കും. എല്ലായിടത്തെ പോലെ ഇവിടെയും പക്ഷികളിൽ നിന്നാണ് തുടക്കം. രാവിലത്തെ സമയമായതിനാൽ പക്ഷികളുടെ കലപില കേട്ടാണ് മുന്നോട്ടുള്ള നടത്തം. പക്ഷികൾ ഒരുപാട് തരമുണ്ട്. ഓരോന്നിൻ്റെയും പേര് പറയുന്നതും അതുപോലെ നിങ്ങൾക്കത് കേൾക്കുന്നതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ കാഴ്ചകൾ കണ്ടു നടക്കാം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തത്ത, കൊക്ക്, മയിൽ ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് കൂടുതലും. അതിനിടയിൽ ഒരു വെള്ളമയിൽ പീലി വിരിച്ച് നല്ലൊരു കാഴ്ച സമ്മാനിച്ചു. പക്ഷികൾക്ക് ശേഷം ഇനി പോകുന്നത് മൃഗങ്ങളുടെ ഭാഗത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളിൽ തന്നെ ഒരുപാട് സെക്ഷനായിട്ടാണ് ഇവരെയൊക്കെ പറയുന്നത്. അതായത് മാംസഭോജികൾ, പ്രൈമേറ്റുകൾ, സസ്യബുക്കുകൾ, ഒമ്നിവേഴ്സ്, അങ്ങനെ പോകും. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞാൽ കുരങ്ങുവർഗ്ഗമാണ്. നമ്മുടെ ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്ങൂട്ടൻ തുടങ്ങിയവരൊക്കെയാണ് പ്രൈമേറ്റുകളിൽ പെടുന്ന പ്രധാന ജീവികൾ. അടുത്തതായി നമ്മൾ പോകുന്നത് പുള്ളിപ്പുലിയുടെ അടുത്തേക്കാണ്. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത ഒരു കൂട്ടിലാണ് താമസം. ആളല്പം സെലിബ്രിറ്റി ആയതിനാൽ നല്ല തിരക്കാണ് പരിസരത്ത്. എല്ലാവർക്കും കാണാൻ പാകത്തിൽ ഒരു മരത്തിന് മുകളിൽ കിടപ്പാണ് രണ്ടുപേര്. ചിലർ അപ്പുറത്ത് മാറി ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. പൊതുവെ മരത്തിന് മുകളിലാണ് പ്രധാന താമസം. പുലിയുടെ അപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കടുവകളുടെ കൂട്. പക്ഷേ എന്തോ നിർമ്മാണ ജോലികൾ നടക്കുന്ന കാരണം മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ പ്രധാന അട്രാക്ഷൻ വെള്ളക്കടുവയാണ്. ഇനി കാണാൻ പോകുന്നത് നമ്മൾ രാജാവിനെയാണ്, സിംഹം. പുള്ളി അങ്ങ് ദൂരെ മാറിയാണ് ഇരിപ്പ്. അടുത്തേക്കൊന്നും വരാത്തതിനാൽ ദൂരക്കാഴ്ച മാത്രമാണ് ആകെ കിട്ടിയത്. അങ്ങനെ പ്രധാന ലീഡേഴ്സിനെയൊക്കെ കണ്ട് നേരെ പോയത് ഇവൻ്റെ മുന്നിലേക്കാണ്. റിംഗ് ടൈൽഡ് ലീമർ. മനോഹരമായ കറുപ്പും വെളുപ്പും വളയങ്ങളുള്ള നീളമുള്ള വാലുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത്. മഡഗാസ്കർ രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് ഈ കുഞ്ഞൻ. കുഞ്ഞനെ കണ്ട് നേരെ പോയത് നേരത്തെ പറഞ്ഞ പ്രൈമേറ്റുകളുടെ അടുത്തേക്കാണ്. അവിടെ ആരൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കവാടത്തിൽ കാണാൻ കഴിയും. പൊതുവെ നമ്മളെല്ലാവരെയും കുരങ്ങന്മാർ എന്നാണല്ലോ സംബോധന ചെയ്യാറ്. അതിലെ ചില പ്രധാനികളാണ് അവിടെയുള്ളത്. കൂട്ടത്തിലെ കൊമ്പൻ ഗൊറില്ലകൾ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ ഗൊറില്ലകളുള്ള ഏക സൂ മൈസൂരാണ്. അതിനാൽ ഇവരെ കാണണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് ചുരുക്കം. പണ്ട് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന മുതലിനെ അങ്ങനെ നേരിൽ കാണാൻ കഴിഞ്ഞു. ചെന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പുള്ളി. പക്ഷേ അല്പസമയം കാത്തിരുന്നപ്പോൾ മുന്നിലൂടെ ഒരു നടത്തം.
തൊട്ടപ്പുറത്തെ പാറയിലേക്ക് കയറി വീണ്ടും ജോലി തുടർന്നു. ചില്ലുകൂടാരത്തിലാണ് താമസം. അതിനാൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയും. ഇൻഫോസിസ് ആണ് ഗൊറില്ലകളുടെ ഈ കൊട്ടാരം പണിത് നൽകിയത്. 4 തരം ഗൊറില്ലകളാണ് അവിടെയുള്ളത്. ചുറ്റി നടക്കുമ്പോൾ ഓരോരുത്തരെയായി നമുക്ക് കാണാൻ കഴിയും. വെസ്റ്റേൺ ലോലാൻഡ്, ഈസ്റ്റേൺ ലോലാൻഡ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായാണ് ഗൊറില്ലകളുള്ളത്. അതിൽ വെസ്റ്റേൺ ഗൊറില്ലകളുടെ മറ്റൊരു വിഭാഗമാണ് ക്രോസ് റിവർ ഗൊറില്ല. അതുപോലെ ഈസ്റ്റേൺ ഗൊറില്ലകളുടെ മറ്റൊരു വിഭാഗമാണ് മൗണ്ടൻ ഗൊറില്ലകൾ. ഗൊറില്ല കാഴ്ചകൾക്കിടയിൽ ചെറുതായി ഒന്ന് മഴ ചാറി. പുറത്തു നിന്നവർ പയ്യെ മഴ കൊള്ളാതിരിക്കാൻ മരത്തിന്റെ മറവിലേക്കും മറ്റും മാറി നിന്നു. കൂടുതൽ സഞ്ചാരികൾക്കും ഗൊറില്ല തന്നെയായിരുന്നു അവിടുത്തെ പ്രധാന ആകർഷണം. ഗൊറില്ലകളുടെ കാഴ്ചകൾക്ക് ശേഷം നേരെ പോയത് മറ്റൊരു സെലിബ്രിറ്റിയുടെ അടുത്തേക്കാണ്. പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇവരെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ ഇപ്പോൾ വീണ്ടും ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന് ഇന്ത്യയിലെ കുനോ നാഷണൽ പാർക്കിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പണ്ടുണ്ടായ പോലെ വീണ്ടും ഇന്ത്യയിൽ ചീറ്റകൾ വാഴുന്ന ഒരു കാലം വരും തലമുറയ്ക്ക് കാണാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേഗരാജാവ് എന്തോ തേടിയുള്ള നടത്തത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും അടുത്തു വന്നു നല്ലൊരു കാഴ്ച സമ്മാനിച്ചിട്ടാണ് പോയത്. ചീറ്റയുടെ അവിടെ നിന്ന് നേരെ പോയത് ആസാമുകാരൻ്റെ അടുത്തേക്കാണ്. ഒറ്റക്കൊമ്പുള്ള കണ്ടാമൃഗം. ആന കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് കണ്ടാമൃഗം. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് കണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട ഇടമാണ്. 7ഉം 9ഉം വയസ്സുള്ള 2 കണ്ടാമൃഗങ്ങളെയാണ് നമ്മൾ ഈ കാണുന്നത്. ആസാമുകാരൻ്റെ അവിടെ നിന്നും നേരെ പോയത് സീബ്രകളെ കാണാൻ വേണ്ടിയാണ്. വരയും കുതിര എന്നും പറയും. സീബ്രയുടെ കൂട്ടങ്ങൾ ഹാരിം എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ കൂട്ടത്തിലും മുതിർന്ന ആൺ സീബ്രയും കുറെ പെൺ സീബ്രകളും പ്രായമാകാത്ത ആൺ സീബ്രകളുമാണ് ഉണ്ടാകുക. ഒറാങ്ങൂട്ടൻ. വൻകുരങ്ങുകളുടെ കൂട്ടത്തിൽ ഏഷ്യൻ ജനസിൽപ്പെട്ട ഒറാങ്ങൂട്ടൻ മാത്രമാണ് ഏഷ്യയിൽ ഇനി അവശേഷിക്കുന്നത്. മരങ്ങളുടെ മുകളിൽ ജീവിക്കുന്ന ഇവയ്ക്ക് മറ്റു കുരങ്ങുകളേക്കാൾ കൈകൾക്ക് നീളക്കൂടുതലുണ്ട്. സസ്തനികളുടെ കൂട്ടത്തിൽ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഇവയ്ക്ക് കൂടുതൽ ബുദ്ധിശക്തിയുള്ളതിനാൽ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാനും മരക്കൊമ്പുകളും ഇലകളും ഉപയോഗിച്ച് ഉറങ്ങാനായി കൂടുണ്ടാക്കാനും അറിയാം. ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് ദൂരമാണ് ഈ സൂ മൊത്തത്തിൽ നടന്നു തീരുമ്പോൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന ദൂരം. നടത്തത്തിനിടയിൽ ഇനി എത്ര ദൂരം കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് ബോർഡുകളിൽ കാണാൻ കഴിയും. മഴക്കാലമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ചില മൃഗങ്ങൾ മഴയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മറ്റു ചിലർ മഴ ആസ്വദിക്കുന്ന കാഴ്ചയാണ്, പ്രത്യേകിച്ച് ആനകളൊക്കെ. അതുപോലെ ആഫ്രിക്കൻ ആനയുള്ള ഏക സൂവും ചിലപ്പോൾ മൈസൂർ തന്നെയാകും. മൈസൂർ സൂവിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് അഡോപ്ഷൻ പദ്ധതി. ഓരോ മൃഗങ്ങളെയും ഓരോ ക്ലാസ്സായി തിരിച്ചിട്ടുണ്ട്. ഏതിനെ വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അവരുടെ മുന്നിൽ അങ്ങനെ അഡോപ്റ്റ് ചെയ്തവരുടെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സൂവിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കിയാൽ മതി.
ഇനി ടിക്കറ്റ് നിരക്കിനെ പറ്റി പറയാം. പ്രവേശന സമയം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. മിനിമം ഒരു 3 മണിക്കൂർ സമയം കണക്കാക്കി വേണം അകത്തേക്ക് കയറാൻ, അല്ലെങ്കിൽ ഓടി നടന്ന് കാണേണ്ട അവസ്ഥ വരും. 100 രൂപയാണ് ഒരാൾക്കുള്ള പ്രവേശന ചാർജ്. കുട്ടികൾക്ക് 50 രൂപയും. അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബാറ്ററി വാഹനത്തിൽ കയറി എല്ലാം കാണാം. അതിന് ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. കുട്ടികൾക്ക് അത് 150 രൂപയും. പിന്നെ ക്യാമറ ചാർജ് വരുന്നത് ഇപ്രകാരമാണ്. സ്റ്റിൽ ക്യാമറയാണെങ്കിൽ 100 രൂപ, വീഡിയോ ക്യാമറയാണെങ്കിൽ 200 രൂപ. പിന്നെ മറ്റൊരു കാര്യം, പ്ലാസ്റ്റിക് കുപ്പികൾക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ 10 രൂപ നൽകണം. അത് തിരിച്ച് എക്സിറ്റ് ഗേറ്റിൽ കുപ്പി കാണിച്ചാൽ ആ പൈസ തിരിച്ചു കിട്ടുന്നതാണ്. മൃഗങ്ങളെ പറ്റി മാത്രം കേട്ടാൽ പോരല്ലോ, അല്പം ചരിത്രം കൂടി വേണ്ടേ? മൈസൂരിലെ 23ാം മഹാരാജാവ് ചാമരാജവാദിയാർ 10ാമന്റെ സ്വകാര്യ മൃഗശാലയിൽ നിന്നാണ് മൈസൂർ മൃഗശാല സൃഷ്ടിച്ചത്. 1892 സമ്മർ പാലസിന്റെ 10 ഏക്കറിലാണ് ആരംഭം. അടുത്ത 10 വർഷത്തിനുള്ളിൽ മൃഗശാല 45 ഏക്കറിലേക്ക് വിപുലീകരിച്ചു. ഇപ്പോൾ 157 ഏക്കറിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. പാലസ് മൃഗശാല എന്നറിയപ്പെട്ടിരുന്ന ഇതിനെ 1909 ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് പുനർനാമകരണം ചെയ്തത്. 1948 മൃഗശാലയുടെ നടത്തിപ്പ് മൈസൂർ ഗവൺമെന്റിന്റെ പാർക്സ് ആൻഡ് ഗാർഡൻസ് വകുപ്പിന് കൈമാറി. പിന്നീട് 72 മൃഗശാല വനം വകുപ്പിനെയും പിന്നീട് 79 മൃഗശാല നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്വയംഭരണ സ്ഥാപനമായ കർണാടകയിലെ മൃഗശാല അതോറിറ്റിയെയും ഏൽപ്പിച്ചു. 1992 മൃഗശാല 100 വർഷം പൂർത്തിയാക്കി. 90ലും 91ലും ശതാബ്ദി ആഘോഷങ്ങളും നടന്നിരുന്നു. അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് ജിറാഫിന്റെ അടുത്തേക്കാണ്. മൈസൂർ സൂവിൽ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ജിറാഫാണ്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ജിറാഫ്. നീളൻ കഴുത്തുമായി സൂ മൊത്തത്തിൽ നോക്കി കാണുകയാണ്. ജിറാഫിന്റെ കഴുത്തിന്റെ നീളവുമായി നമ്മുടെ ഉയരം താരതമ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ആകർഷിച്ച മറ്റൊന്ന്. 12 അടി ഉയരമാണ് ജിറാഫിന്റെ കഴുത്തിനുണ്ടാകുക. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഉയരമുണ്ട് ആ കഴുത്തിനെന്ന്. ഏറ്റവും നീളം കൂടിയ വാലുള്ള ജീവിയാണ് ജിറാഫുകൾ. കൂടാതെ കഴുത്തിന്റെ നീളം കാരണം തലയിലെ രക്തസമ്മർദ്ദം കൂടുന്നതിനാൽ ജിറാഫിന് കഴുത്ത് ഏറെ നേരം താഴ്ത്തി പിടിക്കാൻ പറ്റില്ല. ഇന്ന് ഇന്ത്യയിലെ പല പാർക്കുകളിലേക്കും ജിറാഫിന് നൽകുന്നത് മൈസൂർ സൂവിൽ നിന്നാണ്. ജിറാഫ് മാത്രമല്ല, സീബ്ര പോലുള്ള മറ്റു റയർ ആയിട്ടുള്ള മൃഗങ്ങളെയും രാജ്യത്തിന്റെ പല ഭാഗത്തേക്കും മൈസൂർ സൂ സംഭാവനയായി നൽകിയിട്ടുണ്ട്. കാഴ്ചകൾക്ക് ശേഷം വന്ന പോലെ മറ്റൊരു അണ്ടർ പാസേജ് വഴി പുറത്തേക്ക്. വരുന്നതും പോകുന്നതും 2 വഴി. യാതൊരു തിരക്കുമില്ലാതെ ഈസിയായി പാർക്കിംഗ് ഏരിയയിലേക്ക്. അങ്ങനെ മൈസൂരിലെ 2ാമത്തെ കാഴ്ച കണ്ടു തീർന്നിരിക്കുന്നു. ഇനി 3ാമൻ മൈസൂർ പാലസാണ്. കാത്തിരിക്കുക.